ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉള്ളി പുളിമുളകിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ രുചികരമായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ഉള്ളിപ്പുളിമുളക് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണ എന്നും പറയും. അപ്പോൾ ഈ നല്ലെണ്ണയ്ക്ക് പകരം നമുക്ക് വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും ചേർക്കാം. കൂടുതൽ രുചികരം എപ്പോഴും എള്ളെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ്. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർക്കാവുന്നതാണ്. കൂടെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടിയാണ് കേട്ടോ. മുഴുവൻ ഉലുവ, ഒരുപാട് കൂടേണ്ട ഉലുവ. നമ്മുടെ ഈ കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. 150 ഗ്രാം അളവിൽ ഞാൻ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 20ഓളം ചെറിയുള്ളി ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പച്ചമുളക് ഒരുപാട് എരിവുണ്ടാവുമെന്ന് വിചാരിക്കേണ്ട, അധികം എരിവുണ്ടാവില്ല. എന്നാൽ കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പച്ചമുളകിൻ്റെ അളവ് കുറയ്ക്കാം. ഫ്ലെയിം ഇനി ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നല്ല രീതിക്കുന്നതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഈ ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ ഈ കറി വന്നിട്ട് നമ്മൾ സവാളയിൽ തയ്യാറാക്കരുത്, ചെറിയുള്ളിയിൽ തന്നെ തയ്യാറാക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ചെറിയുള്ളിയുടെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അത് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ പച്ചമുളകിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നമ്മുടെ ഈ കറിക്ക് പച്ചമുളക് മുഴുവനെ തന്നെ ഇടണം, അരിഞ്ഞ് ചേർക്കരുത്. ഒരല്പസമയം വഴറ്റി കൊടുത്തപ്പോൾ നമ്മുടെ ചെറിയുള്ളി എല്ലാം നല്ല രീതിക്ക് ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. 1/4 ടീസ്പൂൺ അളവിൽ തന്നെ കായപ്പൊടിയും കൂടി. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അധികം വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല, ഈ 2 മസാലകൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ വേണ്ടതാണ് ചെറിയൊരു നാരങ്ങ വലിപ്പത്തിന് ഇതുപോലെ പുളി എടുത്തിട്ടുണ്ട്. വാളംപുളി വേണം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് ആ പുളി വെള്ളം നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ ഇതിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർക്കുന്നത്. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ്. കൂടെ ഒരല്പം കറിവേപ്പിലയും കൂടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ചെറിയുള്ളി എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. അതുപോലെ തന്നെ പച്ചമുളകെല്ലാം ഒന്ന് വെന്ത് കുഴഞ്ഞിട്ടുണ്ടാവും. ഇതൊന്ന് അടച്ചു വെക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ പുളിവെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളി എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. ഓരോ പച്ചമുളകും ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് ചെറിയുള്ളിയും പച്ചമുളകൊക്കെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് തവിച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. ഒരുപാട് ഉടയ്ക്കണം എന്നുള്ള ആവശ്യമില്ല. ഇനി ലാസ്റ്റിൽ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത പച്ചരിപ്പൊടിയാണ്. ഇതിലേക്ക് ഒരല്പം മാത്രം വെള്ളം കൂടി ചേർത്തിട്ട് ആ പച്ചരിപ്പൊടിയുടെ വെള്ളം ഇതിലേക്ക് ചേർക്കാം. ഒരല്പം പച്ചരിപ്പൊടി നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ പച്ചരിപ്പൊടിയുടെ വെള്ളവും ചേർത്ത് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഉള്ളിപ്പുളിമുളക് നമുക്ക് കിട്ടുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. നമ്മൾ ചപ്പാത്തിയുടെ കൂടെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചപ്പാത്തിയുടെ കൂടെ അച്ചാറൊക്കെ വെച്ച് കഴിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടമാകും കേട്ടോ ഈ ഉള്ളിപ്പുളിമുളക്. അതേപോലെ തന്നെ ഇതിലേക്ക് ലാസ്റ്റിൽ ഒരു അല്പം ശർക്കരയും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പുളിയും എരിവും ഒക്കെ നന്നായിട്ട് ബാലൻസ് ചെയ്യും കേട്ടോ. അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഉറപ്പായിട്ട് നിങ്ങളെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം കേട്ടോ. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.